നമ്മൾ നീറ്റിന് പഠിക്കാൻ നേരത്ത് നമ്മുടെ ഓർമ്മശക്തി നമുക്ക് എങ്ങനെ കൂട്ടാൻ പറ്റും? ശരിക്കും ഭയങ്കരമായിട്ട് ഞാനൊരു ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും പലരും ചെയ്യാറുണ്ട്. ചില കുട്ടികൾ പറയുന്ന സാധനമുണ്ട്, എന്താ പറയാ, ഞാനിങ്ങനെ അല്ല അവന് ഭയങ്കര ഓർമ്മശക്തിയാണ് അതുകൊണ്ട് അവന് ഭയങ്കര മാർക്ക് കൂടുതലാണ്, എനിക്ക് അത്ര ഓർമ്മശക്തി ഇല്ല അതുകൊണ്ട് എനിക്ക് മാർക്ക് കുറവാണ്. ഞാൻ വാങ്ങിച്ച മെമ്മറി ഹാർഡ് ഡിസ്കിന്റെ പവർ കുറച്ച് കുറവായി ചെറുപ്പത്തിൽ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സാധനം ഇതാണ്, നമ്മുടെ ഓർമ്മശക്തി നമ്മൾ എങ്ങനെ കൂട്ടാം, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റാന്നുള്ള കാര്യങ്ങളാണ് ചെയ്യാം. സോ നമ്മൾ നീറ്റ് ആസ്പിരൻസിനോട് എന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടിരുന്ന വീഡിയോ സീരീസിലുള്ള 6ാമത്തെ വീഡിയോ ആണ്. ബാക്കി വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പോയിട്ട് ആ വീഡിയോ സീരീസിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. വളരെ നമുക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഒരു ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷൻ ആണ് ഈ ഓർമ്മശക്തി. ഇതിന് ഞാൻ കുറവാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് കൂട്ടാം? നമ്മൾ ഇന്നിവിടെ അപ്രോച്ച് ചെയ്യുന്നത് വളരെ സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സിലാണ് പറയുക. കുറച്ച് സ്റ്റെപ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരും. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4 എന്നുള്ള രൂപത്തിൽ സ്റ്റെപ്പ് പറഞ്ഞുതരും. ഈ സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുക. ആൻഡ് ഓൾസോ ഒരു ഓർമ്മ നമ്മുടെ ബ്രെയിനിൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനീഷ്യലി നമുക്ക് ആ പാർട്ട് തന്നെ നോക്കാം. നമുക്ക് നാട്ടിലൊക്കെ കുറെ മൊബൈൽ ഡിവൈസ് കമ്പ്യൂട്ടർ എന്റെ മൊബൈൽ ഉണ്ട്, 256 GB ആണ്. അപ്പൊ എനിക്ക് ഇതിനകത്ത് 125 ഉപയോഗിച്ചു, ബാക്കി ഇനി 125 കൂടി ബാക്കിയുണ്ട്. അപ്പൊ ആ രൂപത്തിൽ എനിക്ക് ഇത്ര ഫ്രീ സ്പേസ് എനിക്ക് ബാക്കിയുണ്ട്, ആ ഫ്രീ സ്പേസും കൂടി മെമ്മറി ലോഡ് ചെയ്യാം. അതാണ് ആൾക്കാരുടെ ഒരു കൺസെപ്റ്റ് വരുന്നത്. സാധാരണ കുറെ മെമ്മറികൾ ചുറ്റും യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വിചാരിക്കുക മെമ്മറിയിലേക്ക് ഡാറ്റാസ് അങ്ങനെ ഫീഡ് ചെയ്ത് കൊടുക്കുന്നത് പോലെ ഫീഡ് ചെയ്യാൻ. ഒരു വട്ടം ഫീഡ് ചെയ്ത സാധനം എറേസായി പോവാതെ അവിടെ തന്നെ നിൽക്കും. അപ്പൊ അവനൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അത് മായാതെ നിൽക്കും, ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ അത് മാഞ്ഞു പോകും. ഫോട്ടോഗ്രാഫിക് മെമ്മറി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആക്ച്വലി അതിനെയല്ല, ആക്ച്വലി മെമ്മറിയിലേക്ക് അങ്ങനെയല്ല കയറുന്നത്, ഡാറ്റാസ് നേരെ കൊണ്ട് സ്റ്റോർ ചെയ്യുന്നത്. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു കാലിസ്ഥലം ഇല്ല ആക്ച്വലി. അതായത് നമ്മുടെ ബ്രെയിനിൽ കുറെ ന്യൂറോൺസ് ആണുള്ളത്. ഈ ന്യൂറോൺസിന്റെ ഇടയിൽ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചാൽ മതി, ന്യൂറോണിന്റെ ഒരു നെറ്റ്വർക്ക് പോലെ ഒരു വല പോലെ ന്യൂറോൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ന്യൂറോൺസിന്റെ ഇടയിൽ അവിടെ ഒരു കാലിസ്ഥലമോ സ്പേസോ ഒന്നുമില്ല. നിങ്ങൾ ആഷിക് ഡോക്ടറിന്റെ ബ്രെയിനിൽ ഒരു എന്താ പറയാ 10 ounce സ്പേസ്, ഇതിന്റെ അടുത്ത് ഒരു 5 ounce സ്പേസ്, അങ്ങനെയുള്ള സ്പേസ് എല്ലാം എല്ലാവർക്കും. ഇപ്പൊ എനിക്കാണെങ്കിലും വേറൊരു പ്രത്യേകത ബ്രെയിനിന് നമ്മൾ ബയോളജി പഠിക്കുമ്പോൾ പറഞ്ഞു തരുന്ന കാര്യമാണ്, എല്ലാവരുടെയും ബ്രെയിനിലുള്ള ന്യൂറോൺസിന്റെ എണ്ണവും കാര്യങ്ങളൊക്കെ സെയിം ആണ്, ഒരേപോലെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാവരും ഒരുപോലെ തന്നെ ന്യൂറോൺ. എൻ്റെ തലയിലുള്ള ന്യൂറോണാണ് നിയാസ് ഡോക്ടർ തലയിലുള്ളത്. നിങ്ങൾ കേട്ടോണ്ടിരിക്കണം, നിങ്ങളുടെ തലയിൽ ഇതേ നമ്പർ ഓഫ് ന്യൂറോൺസ് തന്നെ ഉണ്ട്. ചില ഫേക്ക് ന്യൂസിൽ കാണാറുണ്ട് ന്യൂട്ടൺ ഐൻസ്റ്റീന്റെ എന്തോ ഒരു ഗ്രൂ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള പോലെ തള്ളുകൾ നമ്മൾ അവിടെ ഇവിടെ കേൾക്കാറുണ്ട്. എക്സ്ട്രാ ആയിട്ടൊന്നുമല്ല, അത് നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്കാണ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ റിലേറ്റബിൾ ആക്കാന്നുള്ളതാണ്. നമ്മളിപ്പോ ഈ ന്യൂറോണിന്റെ നെറ്റ്വർക്കിന്റെ ഉള്ളിലേക്ക് എങ്ങനെയാണ് ഒരു ഡേറ്റ, എന്തെങ്കിലും ഒരു ഡേറ്റ കയറി പറ്റുക എന്നുള്ളതാണ്. അതെങ്ങനെയാണ് കാര്യം പറ്റുക? ആക്ച്വലി നമുക്ക് ഒരു സാധനം റിലേറ്റബിൾ ആക്കാൻ പറ്റണം. ആക്ച്വലി ആഷിക് ഡോക്ടറോട് ഞാൻ ഇപ്പോൾ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യാണ്. ജസ്റ്റ് ലൈക്ക് ഞാൻ പറയണേ, എൻ്റെ ഒരു ഫോൺ നമ്പർ ഉള്ള 10 നമ്പർ പറയാൻ പോവാണ്. ആഷിക് ഡോക്ടർ ആലോചിക്കുന്നത് എന്തുകൊണ്ടാ, എനിക്ക് എന്റെ മൊബൈൽ എടുത്ത് ഈ 10 നമ്പർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ വിളിക്കാൻ പറ്റുന്നുള്ളതാണ്. ഈ മൊബൈൽ നമ്പർ എന്ന് പറയുന്ന സാധനം നിയാസ് ഡോക്ടർ എനിക്ക് പറഞ്ഞു തരുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ചാൽ, എന്റെ മൊബൈൽ ഉണ്ട്, ഈ മൊബൈലിൽ ഈ നമ്പർ ഞാൻ ഓർത്തിരിക്കണം, ഇത് ഞാൻ ഓർത്തിരുന്നിട്ട് ഞാൻ പിന്നെ ഇത് കുത്തി വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിയാസ് ഡോക്ടർ ഇല്ലാത്ത സമയത്ത് കോൺടാക്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റും എന്നുള്ള ഈ ഇൻഫോർമേഷൻസ് ഓൾറെഡി എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ നമ്പർ ഓർത്തിരിക്കുക. സപ്പോസ് എന്താ പറയുക, നമ്മളൊരു മൊബൈലിനെ കുറിച്ചോ കേൾക്കാത്ത ഒരാൾ, ഒരു നല്ല കാടിന്റെ ഉള്ളിൽ താമസിക്കുന്ന ഒരു എന്താ പറയാ ആദ്യം ഒരു അങ്ങനത്തെ ഒരു മനുഷ്യൻ, കാടിന്റെ ഉള്ളിൽ ജീവിക്കുന്ന കാടനായ ഒരു മനുഷ്യനാണെന്ന് വിചാരിക്കുക. അയാൾ മൊബൈലിൽ കണ്ടിട്ടില്ല, ഫോണിനെ പറ്റി അറിയില്ല. അയാളോട് പോയി പറഞ്ഞിട്ടുണ്ട് എന്റെ നമ്പർ, മൈ നമ്പർ ഈസ് 2255 എന്ന് പറഞ്ഞാൽ അയാൾ പറയും എന്ത് 2 എന്ത് 5, എനിക്ക് അതുകൊണ്ട് ആവശ്യമൊന്നുമില്ല എന്ന് പറയും. അയാൾ പഠിക്കില്ല, ആക്കേണ്ട ആവശ്യമില്ല, കാരണം അയാൾക്ക് യൂസ് ഇല്ലാത്തതുകൊണ്ടാണ്. സോ അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ ബ്രെയിനിൽ ചെയ്യേണ്ടത് റിലേറ്റബിൾ ഇൻഫോർമേഷൻസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യണം. ഇത് നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന സാധനം, അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പില്, സ്റ്റെപ്പ് 1 അങ്ങനെ തന്നെ പറയാം. സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ സാധനം ശൂന്യത എന്ന് പറയാൻ പറ്റില്ല അല്ലേ, ഫുള്ള് ബ്രെയിനിൽ ഫുള്ള് ന്യൂറോൺ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം വിചാരിക്കും. നിങ്ങൾ ഇമാജിൻ ചെയ്യാൻ വേണ്ടി പറയാം, ഇതൊരു സ്റ്റെപ്പാണ് കേട്ടോ. ആ ഒരു സാധനത്തിനകത്ത് നിങ്ങൾ ആദ്യം ഇത് എനിക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ് എന്നുള്ള ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടാക്കിയെടുക്കണം, ഒരു തുള വേണം, അതുകൊണ്ട് ഒരു റൂം ഉണ്ടാക്കണം. അത് സാധനത്തിൽ ഇത് ആവശ്യമുള്ള സാധനം എന്ന് മനസ്സിലാവണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മൾ അത് എന്താ പറയുക, ചിലത് ക്വസ്റ്റ്യൻ ചെയ്തിട്ടായിരിക്കണം, ചിലത് എവിടെ അപ്ലൈ ചെയ്യണം നോക്കിയിട്ടായിരിക്കണം, പിന്നെ ഇത് ഒരു ഇമ്പോർട്ടന്റ് പോർഷൻ ആണെന്ന് മനസ്സിലാക്കണം, അങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പോൾ ഞാനിപ്പോൾ ജനറ്റിക്സ് ആണ് പഠിക്കുന്നത്, ജനറ്റിക്സിനകത്ത് റെപ്ലിക്കേഷൻ ആണ് പഠിക്കുന്നത്. ഓക്കെ, ജനറ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്, നമ്മളിങ്ങനെ സെല്ലിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് റെപ്ലിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഡിവൈഡ് ചെയ്യണ മെക്കാനിസം ആണ്. സോ എനിക്കിത് പഠിക്കണം, ഇത് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെപ്ലിക്കേഷനിലേക്ക് ഇങ്ങനെ നോക്കണ സമയത്ത്, അല്ലെങ്കിൽ ഇത് വായിക്കാൻ
ചെയ്യാൻ പറയുന്ന സമയത്ത് നമ്മുടെ തലയുടെ ഉള്ളിൽ റെപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഒരു ഗ്യാപ്പ് ഇങ്ങനെ ഫോം ചെയ്തു തരും. യെസ്. ഇനി ഈ ഗ്യാപ്പിന്റെ ഉള്ളിലേക്ക് വേണം നമ്മൾ ഇവിടെയുള്ള എൻസൈംസിന്റെ പേര് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഫില്ല് ചെയ്യാൻ നേരത്തിട്ട് ഇനി സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുമ്പോൾ നമ്മൾ ആ പ്രോസസ്സ് നമ്മളിങ്ങനെ വായിക്കുകയാണ്. അതിങ്ങനെ വെറുതെ ഒഴുക്കമായിട്ട് ഇങ്ങനെ വായിച്ചു പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പത്രം വായിക്കണ പോലെ വായിക്കുകയാണെങ്കിൽ ഇപ്പോൾ പത്രത്തിൽ ഇങ്ങനെ കുറേ ആൾക്കാർ മരിച്ചതിന് ന്യൂസ് ഉണ്ടാവും. മറ്റേത് വർഗീസ് ആണോ ജോർജ് ആണോ മരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഓർമ്മയില്ലല്ലോ, കാരണം നമുക്ക് അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഒരാൾ മരിച്ചു എന്ന് മാത്രമേ നമുക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ നമുക്ക് വേറൊരു എക്സാമ്പിൾ പത്രം വായിക്കുന്ന എക്സാമ്പിൾ പറയാം, സ്പോർട്സ് പേജിൽ നമുക്ക് അറിയാം എല്ലാ ബാറ്റ്സ്മാനെ നമുക്കറിയാം, അല്ലെങ്കിൽ ഫുട്ബോളേഴ്സിനെ ഓരോ പൊസിഷനിലുള്ള ആളെ നമുക്കറിയണമെങ്കിൽ ബാക്ക് പൊസിഷനിൽ ഇയാൾ അവിടെ പോയി ഗോൾ ഇട്ട് എന്നൊക്കെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. അത് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷന്റെ ക്ലാരിറ്റിയാണ്, നമ്മുടെ തോട്ടാണ്. അപ്പോൾ ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഫസ്റ്റ് നമ്മൾ ഇതിങ്ങനെ ഇപ്പൊ ജനറ്റിക്സ് ആണ്, റെപ്ലിക്കേഷൻ ആണ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്യാപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ ഗ്യാപ്പിലേക്ക് നമ്മൾ പഠിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. പഠിക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇനി നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ പ്രോസസ്സിന്റെ ഒരു ഇമാജിനേഷൻ സാധനങ്ങൾ അത് ഡെഫിനറ്റ്ലി ഉണ്ടാക്കും. അപ്പോൾ ഫിസിക്സ് ആണ് പഠിക്കണമെങ്കിൽ ഇപ്പോൾ ഒരു ബോഡി ഇങ്ങനെ നിൽക്കുകയാണ്, ആ ബോഡിയിൽ ഒരു ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്തു എന്നൊക്കെ സാർ ഒരു വര ഇട്ടിട്ടായിരിക്കും കാണിച്ചു തരാം. അപ്പോൾ നമ്മളിങ്ങനെ മനസ്സിലാക്കണം ഒരു ഫോഴ്സ് ഇവിടെ നിന്ന് ഇങ്ങനെ തള്ളുകയാണ് അങ്ങോട്ട്, ആ തള്ളുന്നത് ഫീൽ ചെയ്യണം അല്ലേ, നിങ്ങൾ തള്ളിയോട് പോകുന്നുണ്ടോ തള്ളുന്നത്. പിന്നെ ഇപ്പോൾ കെമിസ്ട്രീന്റെ സാർ വന്നിട്ട് പറയുന്നത് കുറേ ഗ്യാസ് മോളിക്യൂളാണ്, ഗ്യാസ് മോളിക്യൂൾ നമ്മൾ കംപ്രസ് ചെയ്യണം. അപ്പോൾ നമുക്കിങ്ങനെ ആലോചിക്കണമെന്ന് വെച്ചാൽ ഒരു ചേമ്പർ ഞാൻ ആലോചിച്ചൊരു കാര്യം വെച്ചാൽ ആലോചിക്കാവുന്ന ഓരോരുത്തർക്ക് കേട്ടോ. എന്നെ പഠിപ്പിച്ച ടീച്ചർ തന്നെ പറയായിരുന്നു, നിങ്ങളിപ്പോൾ ഈ ക്ലാസ് റൂം ഒരു ബീക്കറാണ്, ഈ ബീക്കറിലുള്ള ഈ കുട്ടികളൊക്കെ ഗ്യാസ് മോളിക്യൂൾസ് ആണ്, നിങ്ങളെ കംപ്രസ് ചെയ്യണം. അപ്പോൾ നമ്മൾ അടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ നല്ലോണം കംപ്രസ് ആകുമ്പോൾ നമ്മളിങ്ങനെ ഞെരുങ്ങിയിരിക്കും. അപ്പോൾ നമുക്കത് ഒരു ഫീൽ ചെയ്യാൻ ഒരു കോമഡി ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അത് മെമ്മറിക്ക് കുറെ ഇൻപുട്സ് തരികയാണ്. ഇപ്പൊ ഇങ്ങനെ ചുരുങ്ങി ആഷിക് ഡോക്ടർ ഇങ്ങനെ ചുരുങ്ങി, ഇതൊക്കെ ആക്ച്വലി മെമ്മറി ഫോം ചെയ്യാനും നമ്മളെ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്, നമ്മൾ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്, ഓരോ പ്രോസസ്. ഇതേ സാധനം തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ നേരത്തെന്ന് വെച്ചാൽ ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഒരു പേന എടുത്തിട്ട് അതിങ്ങനെ ഇങ്ങനെ 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 വരച്ച് കുത്തി കുറിച്ച് എഴുതി അല്ലെങ്കിൽ ഇങ്ങനെ വരച്ച് ഇങ്ങനെ ചെയ്തു പോകും. അപ്പോൾ ഇതിങ്ങനെ വരച്ചു, അതങ്ങനെ പോയി, ഇതിങ്ങനെ പോയി, ആ സാധനങ്ങളിൽ നിന്ന് വരച്ച് നോക്കി, സാധനങ്ങൾ നോക്കി ഓക്കെ ആണോ റെഡി ആണോ എന്നുള്ളവരൊക്കെ നോക്കി ഫ്ലോ ചാർട്ട് വരച്ച് വെക്കാറുണ്ട്. പിന്നെ ഒരു ഡേറ്റ് ഒക്കെ ഇപ്പോൾ കുറേ ദിവസങ്ങളിൽ ഡേറ്റുകളാണ് വരുന്നതെന്ന് വിചാരിച്ചോ. ഈ ഡേറ്റുകൾ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, ഒരു ലൈൻ ഡയഗ്രത്തിലാക്കാം. ആദ്യത്തെ ഇൻസിഡന്റ് നടന്ന് 2 കൊല്ലം നടന്നതിന് ശേഷമാണ് അടുത്തത് ഈ 2 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ 10 കൊല്ലത്തേക്ക് ഒന്നും നടന്നിട്ടില്ല, 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് അടുത്ത സംഭവിച്ചത്. പിന്നെ 10 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ അതേ വർഷം തന്നെ 3 ഇൻസിഡൻസ് നടന്നു. അങ്ങനെ ആലോചിച്ച് വെക്കാൻ പറ്റും. ഇപ്പൊ എന്റെ മൊബൈൽ നമ്പർ ആണെങ്കിൽ 8891 അപ്പോൾ ആണെങ്കിൽ ആദ്യത്തെ 2 അക്ഷരം സെയിം ആണ്, 8 ആണ്. ഇനി അതിനോട് 1 കൂട്ടിയതാണ് 2ാമത്തെ അക്ഷരം, ആ കൂട്ടി 1 ആണ് 3ാമത്തെ അക്ഷരം. അങ്ങനെ ആലോചിച്ചാൽ മതി, നമുക്കൊരു റിലേറ്റബിൾ ആൾവേസ് നമുക്ക് റിലേറ്റബിൾ ആക്കി കിട്ടിയ കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നം വരുന്നത് എന്താ വെച്ചാൽ +2 നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ സീക്വൻഷ്യൽ മെമ്മറിയിലാണ്. സീക്വൻഷ്യൽ എങ്ങനെ, നമ്മളൊരു ചാപ്റ്റർ പഠിക്കുന്നു, അതിന് ശേഷമുള്ള ചാപ്റ്റർ പഠിക്കുന്നു, അതിന്റെ തിയറി ഇങ്ങനെയാണ്. ജസ്റ്റ് ലൈക്ക് നേരത്തെ വ്യൂ പറഞ്ഞതുപോലെ ഒരു 2 ഡയമെൻഷണൽ വ്യൂ ഓഫ് എ സംതിങ് ആണ് നമ്മൾ പഠിക്കുന്നത്. അത് സീക്വൻഷ്യലായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലത്തെ ഫോട്ടോഗ്രാഫി മെമ്മറിയും സീക്വൻഷ്യൽ മെമ്മറിയും ഒക്കെ നമുക്ക് യൂസ്ഫുൾ ആവും. പക്ഷേ ഒരു എൻട്രൻസ് ഓറിയന്റഡ് ആയ കുട്ടി 360 ഡിഗ്രിയിലെ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയ ടീച്ചിങ് നടത്തുമ്പോൾ നമുക്കിത് എന്താണ് വേണ്ടത്, എന്തിനു വേണം, എവിടെ യൂസ് ചെയ്യണം, കൂടുതൽ ബയോളജി ആണല്ലോ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഫിസിക്സിലാണെങ്കിലും കെമിസ്ട്രിയിലാണെങ്കിലും ഒക്കെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ കെമിസ്ട്രിയിൽ 1ാമത്തെ ചാപ്റ്ററിൽ അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ 2ാമത്തെ ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിന്റെ സ്ട്രക്ചർ പഠിപ്പിച്ചു. ഇനി 3ാമത്തെ ചാപ്റ്റർ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് പറഞ്ഞ ചാപ്റ്റർ പഠിപ്പിക്കുന്ന സമയത്ത് വെച്ചാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിന്റെ എണ്ണം വെച്ചിട്ട് ഇങ്ങനെ പീരിയോഡിക് ടേബിൾ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ മാറ്റി വെച്ച് ഗ്രൂപ്പ് ആക്കി, പിന്നെ അതിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം വെച്ചിട്ട് ഇങ്ങനെ പീരിയോഡ് ആക്കി വെച്ചു സാധനങ്ങൾ പറയും. അപ്പോൾ നമുക്കിത് 2ാമത്തെ ചാപ്റ്ററിൽ പഠിച്ച പീരിയഡും അല്ലെങ്കിൽ ഇലക്ട്രോണും സാധനങ്ങളും ഇതൊക്കെ വെച്ചിട്ടാണ് ഇതിനകത്ത് വെക്കാൻ പറ്റുക. ഇനി 4ാമത്തെ ചാപ്റ്റർ എടുക്കുമ്പോൾ എസ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ച വലിയ പീരിയോഡിക് ടേബിളിന്റെ ഈ അറ്റത്തുള്ള ഈ ഒരു ബ്ലോക്ക് മാത്രം, ഈ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ അറ്റത്തുള്ളത് ഇവിടെ മാത്രം, ഡി ആൻഡ് എഫ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ളത് മാത്രം. അങ്ങനെ നമ്മൾ ആലോചിക്കാൻ പറ്റണം. ഇപ്പോൾ ബയോളജിയിൽ നമ്മൾ സെല്ല് പഠിച്ചു, അപ്പോൾ സെല്ല് നമ്മളിങ്ങനെ പഠിച്ചു, സെല്ലിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസ് പഠിച്ചു. ഈ ന്യൂക്ലിയസിലുള്ള സാധനമാണ് ജനറ്റിക്സിൽ പഠിക്കുന്നത്. അപ്പോൾ ന്യൂക്ലിയസ് ജനറ്റിക്സ് നമ്മൾ ലിങ്ക് ചെയ്തു, ജനറ്റിക്സിൽ പ്രോട്ടീൻ ഉണ്ടാക്കി, അപ്പോൾ അവിടെ റൈബോസോം ഉണ്ട്, അത് സെല്ലിൽ പഠിച്ചതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ട് ഈ ടൈപ്പ് ഓഫ് കണക്ഷൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലോങ് പ്രോസസ് ആണ്, ഒറ്റയടിക്ക് കിട്ടില്ല. പക്ഷെ നമ്മൾ പറഞ്ഞു വെച്ചാൽ നമ്മളിപ്പോൾ അത് പറഞ്ഞാൽ അതൊരു വലിയൊരു ഒരു സാധനം കണ്ടുപിടിച്ചിട്ട് അതിന് നമ്മൾ എന്താ ചെയ്യുന്നതിനെ പറ്റിയിട്ട് വ്യക്തമായ ധാരണ ഉണ്ടാക്കിയിട്ട് എന്നുള്ളത് ഡെഫിനറ്റ്ലി. അല്ലാണ്ട് ഒരു ഇൻഫർമേഷൻസ് എല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് നേരെ തലയിലേക്ക് കയറ്റിയിട്ട് അത് അതേമാതിരി ബ്രെയിന് ഓർത്ത് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിന് നടക്കൂല. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ നീറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട സമയത്ത് നമുക്ക് അറിയാൻ പറ്റും, അത് കൺസെപ്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പ്രോസസ് ചെയ്ത ആളുകൾക്ക് അത് ചെയ്യാൻ പറ്റും. പ്രോസസ് ചെയ്യാത്തവർക്ക് എന്താണ് നേരത്തെ
ഡയറക്ട്ലി ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അങ്ങനെ തന്നെ ഇറക്കാനേ അവർക്ക് പറ്റുന്നുള്ളൂ. ആ കയറിയത് എന്തുകൊണ്ടാണെന്ന് അറിയോ? അതൊരു സീക്വൻഷ്യൽ മെത്തേഡിൽ പണ്ട് ഉണ്ടായിരിക്കുന്ന അതേ ഒരു എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ടാണ് കയറിയിരിക്കുന്നത്. നമ്മൾ പണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെ ആ ഒരു അതേ പാറ്റേൺ ഫോളോ ചെയ്തിട്ട് നമ്മൾ കയറിയ മെമ്മറി ആണെങ്കിൽ അതേ പാറ്റേണിൽ തിരിച്ചു വന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. ചെറിയൊരു പാറ്റേൺ ചെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇതേമാതിരി 360 വ്യൂവിൽ എന്തിന് എങ്ങനെ എപ്പോ എന്നുള്ള രൂപത്തിലേക്ക് നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതിനെ പറ്റിയിട്ട് വ്യക്തമായ ധാരണ ഉണ്ടാക്കുക. എന്താണ് പഠിക്കുന്നത്, ഒരു ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ എത്ര പേജ് അതിന് വരുന്നുണ്ട്, ഇത്രത്തോളം മെമ്മറി അല്ലെങ്കിൽ ഇത്രത്തോളം കാര്യങ്ങളാണ് ഞാൻ ഈ സമയത്തോട് റീഡ് ചെയ്യാൻ പോകുന്നത്, അതിന് ഏകദേശം എത്ര സമയം എടുക്കും, അതിൽ എന്തൊക്കെ ഹെഡിങ്സ് വരുന്നത് ടോപ്പിക്. അപ്പോൾ ജനറലി പഠിക്കുന്നതിന് മുന്നേ തന്നെ അതിനൊരു ഓവർവ്യൂ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. ആ ഓവർവ്യൂ ഉണ്ടാക്കാൻ ഡെഫിനറ്റ്ലി ക്ലാസ്സും നിങ്ങൾ ക്ലാസ്സിന്റെ സമയത്ത് എഴുതുന്ന നോട്ടൊക്കെ നിങ്ങളെ സഹായിക്കും. ഡെഫിനറ്റ്ലി സാറ് പറഞ്ഞ വാചകങ്ങളൊക്കെ വായിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ പഠിക്കുന്ന സാധനങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്തിട്ട് കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. ഓരോന്നും ഇമാജിൻ ചെയ്ത് പഠിക്കുക. ഇനി ഇങ്ങനെ ഇമാജിൻ ചെയ്ത് പഠിച്ച സാധനം എന്താ പറയുക, ഇതൊരു ലോങ് ടൈമിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് മൾട്ടിപ്പിൾ ടൈംസ് ഇതേ, അതായത് ഇൻഫർമേഷൻസ് നമ്മൾ ബ്രെയിനിലേക്ക് കയറ്റില്ല എന്ന് മാത്രമല്ല പ്രോസസ് ചെയ്യുമ്പോൾ റിട്രീവ് ചെയ്യുമ്പോൾ ഈ പ്രോസസ് ചെയ്ത് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട സാധനം കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞ സാധനം തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുക. ഇതേ സാധനം, ഇതേ മെമ്മറി, ഇതേ സാധനം ഉപയോഗിച്ചിട്ട് തിരിച്ച് അങ്ങോട്ടൊന്ന് ഉപയോഗിച്ച് നോക്കി, ഇത് ഇങ്ങോട്ടൊന്ന് ഉപയോഗിച്ച് നോക്കി, ഇത് നേരെ അവിടെ വെച്ച് നോക്കി, തിരിച്ച് ഇവിടെ വെച്ച് നോക്കി, അങ്ങനെ ഉരുട്ടി മറിച്ച് അല്ലാണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ എനിക്കൊന്നും കിട്ടുന്നില്ല സാർ, ഞാൻ മറന്നു പോകുന്നു എന്ന് പറയരുത്. അത് നമ്മൾ ബാക്കിയുള്ള പ്രോസസ്സുകൾ ചെയ്യാത്തത് കൊണ്ടാണ്. ആ പ്രോസസ്സുകൾ നമ്മൾ ഇൻകംപ്ലീറ്റ്, നമ്മൾ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാണ്ട് വെച്ച് കഴിഞ്ഞ് എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയരുത്. ബ്രെയിന് വേറെന്തോ ഒരു അമാനുഷിക ശക്തിയൊന്നുമില്ല, സിംപ്ലി കെമിക്കൽ റിയാക്ഷൻസ് ആണ് അല്ലെ. അപ്പോൾ അതിങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഈ റിയാക്ഷൻസ് അല്ലെങ്കിൽ ന്യൂറോൺസ് തമ്മിലുള്ള ബോണ്ട് സാധനങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നുണ്ടാവും. ഇതിങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യം പ്രാക്ടീസ് ചെയ്ത് വെക്കാം. പിന്നെ ചെയ്യേണ്ട കാര്യം ചിലപ്പോൾ ആ ചാപ്റ്റർ കഴിഞ്ഞു, അപ്പോൾ ആ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം ഒരു ഓവർവ്യൂ ഉണ്ടാക്കി അത് പഠിച്ചു, അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ഡോസ് അങ്ങോട്ട് കൊടുത്തു നോക്കില്ല, ഇത് എന്തായിരുന്നു, അതെങ്ങനെ ഡോസ് കൊടുക്കണമെന്ന് അറിയോ, അതും പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെയാണ്. ആക്ച്വലി ആ പോയിന്റ് റിട്രീവ് ചെയ്ത് നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നുണ്ടോ അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേറൊരു സംഭവം, നമ്മളിപ്പോൾ ഒരു എക്സാം എഴുതുന്ന സമയത്ത് നമുക്കിങ്ങനെ വെച്ചാൽ നമ്മളൊരു ചാപ്റ്റർ മൊത്തം പഠിച്ചു, ഒരു എക്സാം ഇങ്ങനെ നമ്മൾ എഴുതി, 30 ക്വസ്റ്റ്യൻ ഉണ്ട്, 28 ക്വസ്റ്റ്യൻ നമുക്ക് ശരിയായി വന്നു. 2 ക്വസ്റ്റ്യൻ കണ്ട് പടാ ഇത് ഞാൻ ആ പേജിൽ കണ്ടതായിരുന്നല്ലോ, പക്ഷെ അത് നമ്മൾ പഠിച്ചില്ലായിരുന്നല്ലോ. എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു പോയിന്റിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല വായിക്കുന്ന സമയത്ത്. അപ്പൊ ഇമ്പോർട്ടന്റ് അല്ല എന്ന് നമ്മൾ വിചാരിച്ചത് കൊണ്ടാണ് നമ്മളത് പഠിക്കാത്തത്. പക്ഷെ എക്സാമിന് അത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായോ ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ എന്താണ്, നമുക്ക് ആ ക്വസ്റ്റ്യൻ തെറ്റി എന്നുള്ളത് മനസ്സിലാക്കി, അന്ന് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എന്ന് മനസ്സിലാക്കിയത് അത് ആക്ച്വലി റൂം ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ പിന്നെ അന്ന് എക്സാം കഴിയുമ്പോൾ തന്നെ ഒന്നുകൂടെ പോയിട്ടാവും അതൊന്ന് നോക്കിയേക്കണം എന്ന് വിചാരിച്ചിട്ട് അതൊന്ന് നോക്കുവാണെങ്കിലോ ഇത് എക്സാമിന് ചോദിച്ചിട്ട് എനിക്ക് എഴുതാൻ പറ്റാത്ത സാധനം എന്നുള്ള റൂം, ഒരു ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പിലേക്ക് ആ ഡേറ്റ കയറ്റി വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഓക്കെ ആവും. ഇതിനകത്ത് കുട്ടികളുടെ സൈഡിൽ നിന്ന് വരുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഈ തെറ്റ് പറ്റി എന്നുള്ളതില്ലേ, അത് ആ കുട്ടീന്റെ ഒരു മിസ്റ്റേക്ക് ആയിട്ടാണോ, അയ്യോ ഞാൻ അത്രയൊക്കെ പഠിച്ചിട്ട് എന്റെ തെറ്റിപ്പോയല്ലോ, നമ്മൾ മെഷർ ചെയ്തുകൊണ്ടിരിക്കും ആൾവേസ്. നേരത്തെ ക്വസ്റ്റ്യൻ സീരീസിൽ നമ്മൾ പറയേണ്ട സാധനമാണ്, നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക. 10ൽ 9 ശരിയായി എന്ന് ടെസ്റ്റിംഗ് ഒന്നും അവിടെ ചെയ്യാൻ പാടില്ല. നമുക്ക് ആ എക്സാമിന് ഒരെണ്ണം തെറ്റി എന്നുള്ളത് ആക്ച്വലി നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കര നല്ല കാര്യമാണ്. കാരണം ആ തെറ്റിയ സാധനം അത് ഒന്നുകൂടി നോക്കി വെക്കുകയാണെങ്കിൽ ഇത് തെറ്റിയതാണ് എന്നുള്ള രൂപത്തിൽ നിങ്ങൾ അത് ഓർത്തിരിക്കും. എന്തെങ്കിലും റീസൺ വേണം, അല്ലാണ്ട് വെറുതെ ഓർത്തിരിക്കാൻ ബ്രെയിൻ എന്താ വട്ടുണ്ടോ? ബ്രെയിൻ എന്താ വെറുതെ വട്ടുണ്ടോ? ഒരു ഡാറ്റ വെറുതെ ഓർത്തെടുക്കാൻ ഒന്നെങ്കിൽ നിങ്ങൾ തെറ്റിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു അപ്രീസിയേഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എക്സൈറ്റ്മെന്റ് തോന്നിയ ഒരു പോയിന്റ്, അങ്ങനെ രൂപത്തിലുള്ള എന്തെങ്കിലും ഒരു ഡാറ്റ ആക്കി നിങ്ങൾ കീപ്പ് ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ എക്സാം ഓരോന്നും എഴുതുക, അതിലുള്ള തെറ്റുകൾ ഓരോന്നും നിങ്ങൾ മെമ്മറി ആക്കി കൺവേർട്ട് ചെയ്യുക. സിമ്പിൾ ആയിട്ട് പറയാണ്, ആദ്യം നമ്മളൊരു ഓവർവ്യൂ ഉണ്ടാക്കി നമ്മൾ സാധനം നോക്കി, പിന്നെ അതിനകത്തേക്ക് നമ്മളിങ്ങനെ റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇമാജിൻ ചെയ്ത് ഓരോ പ്രോസസ്സുകളൊക്കെ ഒന്ന് ആലോചിച്ച് ഒന്ന് ചിന്തിച്ചതിന് ശേഷം അങ്ങോട്ട് കയറ്റി വെച്ചു. അത് പലവട്ടം പ്രാക്ടീസ് ചെയ്തു. അത് വെച്ചിട്ട് നമ്മൾ എക്സാം എഴുതി നോക്കി, എക്സാമിൽ തെറ്റിയത് വീണ്ടും പഠിച്ചു. എന്നിട്ട് വീണ്ടും ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിലക്ക് ഓരോ അടുത്തടുത്ത എക്സാം വരുമ്പോൾ ഇത് റിവൈസ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അതൊരു മെമ്മറി ആയിട്ട് ഫോം ചെയ്യും. ഈ മെമ്മറി ആയിട്ട് ഫോം ചെയ്യുന്നതും നിങ്ങളുടെ ഐക്യു തമ്മിൽ ഒരു ബന്ധമില്ല ആക്ച്വലി. ഡെഫിനറ്റ്ലി നമുക്ക് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ട്രെയിനിങ് ചെയ്യുക എന്നുള്ളതിനൊക്കെ, അല്ലെങ്കിൽ ക്യുക്ക് ആയിട്ടുള്ള ചിലപ്പോൾ വളരെ ക്യുക്ക് ആയിട്ട് ആക്ട് ചെയ്യാന്നുള്ളത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഇന്റലിജൻസ് ക്വസ്റ്റ്യൻ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഡിഫറെന്റ് ആയിട്ട് അതും എക്സ്പീരിയൻസ് ആയിട്ട് ഡിപ്പെൻഡന്റ് ആണ്, ഐക്യുവിനെ എക്സ്പീരിയൻസും ഡിപ്പെൻഡന്റ് ആണ്. അപ്പോൾ എല്ലാത്തെ ഇതേപോലെ നീറ്റ് പോലത്തെ എക്സാം എഴുതാനും പ്രാക്ടീസ് ചെയ്യാനും നന്നായി സ്കോർ ചെയ്യാനും ഐക്യു ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതുപോലത്തെ മെമ്മറീസ് ഉണ്ടാക്കിയിട്ട് അത് ട്രെയിൻ ചെയ്ത് ഐക്യു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു ബാധ്യതയായി മാറും. അത്ര ഐക്യുള്ള ആൾക്കാർ
മെഡിക്കൽ കോളേജിലേക്ക് എത്തുമ്പോൾ നല്ല ഫെയിൽ ആയിക്കാണ്. അങ്ങനെയല്ല ആവശ്യം. ഈ ഒരു ഡോക്ടർ ആയിരിക്കുന്ന പേഷ്യന്റോട് കൂടി അല്ലെ പേഷ്യൻസോട് കൂടി എല്ലാ ദിവസവും പാരസെറ്റാമോളും മോക്സ്ക്ലാവും സിട്രസിനൊക്കെ എഴുതാനുള്ള ഒരു മനസ്ഥിതിയാണ് വേണ്ടത്. മാത്രമല്ല സെയിം കാര്യങ്ങൾ വീണ്ടും കേട്ടിരുന്ന് അതൊന്ന് അതിലുള്ള ഡിഫറൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താ പറഞ്ഞു കൊടുക്കാൻ കെൽപ്പുള്ള അധ്വാനിക്കുന്ന ഒരു ഡോക്ടറിനാണ് നമുക്ക് ആവശ്യമുള്ളത്. സോ ഡെഫിനറ്റ്ലി മെമ്മറി കൂട്ടാൻ വേണ്ടിയിട്ട് 4 സ്റ്റെപ്പ് ഞാൻ വെറുതെ 4 സ്റ്റെപ്പ് സയന്റിഫിക് അല്ല, പക്ഷെ എന്നാലും പറയുകയാണ് 4 സ്റ്റെപ്പ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. ഒരു ഓവർവ്യൂ, അതിന് ഒരു റിലേറ്റ് ചെയ്തിട്ട് തിങ്കിങ്, അതിൻ്റെ പ്രാക്ടീസ്, അതിൻ്റെ എക്സാം, ആ തെറ്റ് പറ്റിയത് കറക്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. സോ ഇത്തരം കാര്യങ്ങളുള്ളത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മളെ ഒരു മെമ്മറിനെ പറ്റി ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഈ വീഡിയോനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെപ്പറ്റി എന്ത് വിചാരിച്ചിരുന്നു എന്നുള്ള കാര്യം കമന്റ് ചെയ്യുക. മാത്രമല്ല മെമ്മറി ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങൾ എന്തെങ്കിലും ടെക്നിക്സ് നിങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും ടോപ്പിക്കുകൾ വേണമെങ്കിൽ അതും കമന്റ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർക്കുക. പിന്നെ നമ്മൾ പുതിയ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് പറഞ്ഞു കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ അമർത്തണം. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.